ആയിരക്കണക്കിന് SMS ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതും നമ്മുടെയൊക്കെ വീട്ടിൽ ആകെ മൊത്തത്തിൽ എല്ലാവർക്കും കൂടി ചേർത്ത് ഒരേ ഒരു മൊബൈൽ ഫോൺ മാത്രമുണ്ടായിരുന്ന ആ കാലത്ത്. ആ കഥ നിങ്ങൾക്കറിയാം, ആ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ട്. സംഗീതാധ്യാപികയായ അമ്മയുടെ അടുത്തിരുന്ന് കണ്ടും കേട്ടും സംഗീതം പഠിച്ചു തുടങ്ങിയ തിരുവനന്തപുരത്തുകാരനായ ഒരു ബാലൻ. ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, മാപ്പിളപ്പാട്ട്, എന്തിന് മിമിക്രിയും ഓട്ടം തുള്ളലും വരെ തൻ്റെ ഐറ്റമാക്കി സ്കൂൾ കലോത്സവങ്ങളിൽ 1 2 3 13 തവണ കലാപ്രതിഭയായ കലാകാരൻ. സ്കൂൾ കലോത്സവത്തിന്റെ ചെറിയ ചെറിയ വേദികൾ അവനെ ഒരു വലിയ വേദിയിൽ കൊണ്ടുചെന്ന് നിർത്തി. ആ വേദിയിൽ ആദ്യമായി തൊട്ടുവന്ദിച്ച് പാടാൻ കയറിയപ്പോ അവൻ അറിഞ്ഞിരുന്നില്ല അവന്റെ ജീവിതം ഇനി എന്നേക്കുമായി മാറാൻ പോവുകയാണ്. അംഗത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തുവൽ നനയാം. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന വലിയ വേദിയിലേക്ക് ഒരു സാധാരണ മത്സരാർത്ഥിയായി കടന്നു ചെന്ന പതിയെ അവൻ ആ ഷോയുടെ മുഖമായി മാറി. പലർക്കും ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ഇയാളുടെ ശബ്ദമാണ്, ഇദ്ദേഹത്തിന്റെ മുഖം. അങ്ങനെ റിയാലിറ്റി ഷോ വേദിയിൽ നിന്ന് അതിലും വലിയ സ്വപ്നമായ സിനിമയിലേക്ക്. മേജർ രവിയിലൂടെ സിനിമയിൽ ഈ പാട്ട് പാടിയപ്പോൾ പോലും അയാൾ തിരിച്ചറിഞ്ഞിരുന്നില്ല ശരിക്കുമുള്ള കഥ ഇനിയാണ് തുടങ്ങാൻ പോകുന്നതെന്ന്. ഞാൻ നജീബിന്റെ പണ്ടാറ ഫാനായി പോയി. ഈ വിനയം അത് തന്നെയാണെന്ന് തോന്നുന്നു നജീബിന്റെ ഏറ്റവും വലിയ മറ്റൊരു വിജയം. സ്റ്റാർ സിംഗർ വിന്നറായി അയാള് ഫ്ലാറ്റ് തൂക്കിയപ്പോ നമ്മുടെ വീട്ടിലുള്ള ആരോ ഒരാൾ ജയിച്ച സന്തോഷമായിരുന്നു ഓരോ മലയാളി വീടുകളിലും. കഴിവ് കൊണ്ടും എളിമ കൊണ്ടും ലോകം കീഴടക്കിയ കലാകാരൻ, തന്റെ യുണീക്കായ ശബ്ദത്തിലൂടെ നിരവധി ആരാധകരെ ഉണ്ടാക്കിയ ഗായകൻ, സർവോപരി നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 2 ടൈറ്റിൽ വിന്നർ നജീം അർഷാദ്. ആകാശം ദൂരെ എന്നത് നുണയല്ലേ. വർഷം 2012. നജീം ഒരു വേദിയിൽ പാടുന്ന കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം ഇഷ്ടപ്പെട്ടിട്ട് ഒരു സംഗീത സംവിധായകൻ അയാളെ സിനിമയിൽ പാടിക്കുന്നു. ആ ഒരൊറ്റ പാട്ട് പിന്നെ നജീം അർഷാദ് എന്ന ഗായകന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വിദ്യാസാഗർ ആയിരുന്നു ആ സംഗീത സംവിധായകൻ. അന്ന് വിദ്യാജി നജീമിന് കൊടുത്ത ആ പാട്ട്, ആ ഒരൊറ്റ വർഷം മാത്രം എത്ര സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ. മലയാള സിനിമ പിന്നെ കണ്ടത് ആ ഗായകന്റെ പീക്കാണ്. അതേ വർഷം തന്നെ ലാലേട്ടന്റെ സിനിമയിൽ പാടി. തൊട്ടടുത്ത വർഷം വീണ്ടും മമ്മൂക്കയ്ക്ക് വേണ്ടി പാടി. അഫ്സൽ യൂസഫിന്റെ സംഗീതത്തിന് നജീം അർഷാദ് തന്റെ ശബ്ദം പകർന്നു നൽകിയപ്പോൾ പിറന്നതൊക്കെയും അതിമനോഹരങ്ങളായ ഗാനങ്ങളായിരുന്നു. വിദ്യാജിയുടെ ഇഷ്ടഗായകനായി നജീം അർഷാദ് മാറിയ കാലം. തുടരെ വരുന്ന എല്ലാ സിനിമകളിലും നജീമിന്റെ ശബ്ദത്തിൽ വിദ്യാജി പാട്ടുകൾ. പതിയെ മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ഗായകനായി നജീം അർഷാദ് വളരുകയായിരുന്നു. മലയാള സിനിമയുടെ ബെഞ്ച് മാർക്കായ ദൃശ്യത്തിലും നജീമിന്റെ ശബ്ദം വിനു തോമസിന്റെ സംഗീതത്തിൽ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടി. ശബ്ദത്തിലെ ഫീല് കൊണ്ട് നമ്മളെ അങ്ങ് മയക്കിക്കളഞ്ഞ ഉരുക്കിക്കളഞ്ഞ എത്ര പാട്ടുകൾ. അണ്ടർ റേറ്റഡ് എന്ന് കണ്ണും പൂട്ടി പറയാവുന്ന പാട്ടുകൾ. നജീബിന്റെ അണ്ടർ റേറ്റഡ് പാട്ടുകളെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യാം. കാരണം അത്രത്തോളം അതിമനോഹരങ്ങളായ പാട്ടുകൾ സിനിമ ഫ്ലോപ്പ് ആയതുകൊണ്ട് മാത്രം ആരും അറിയാതെ കുടുങ്ങിക്കിടപ്പുണ്ട്. ശബ്ദം തന്റെ ഐഡന്റിറ്റി ആക്കി മാറ്റി നജീം അർഷാദ് എന്ന ഗായകൻ
മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത്. ഫീൽ ഗുഡ് പാട്ടുകൾ ഇത്രയും ഫീലിൽ പാടി വെക്കാൻ മലയാള സിനിമയിൽ ഇന്ന് മറ്റൊരു ഗായകൻ ഇല്ല എന്ന് തന്നെ പറയാം. മേടപ്പൂ പട്ടും ചുറ്റി കണ്ണോരം നിന്നെ കാണുമ്പോൾ ഈ വിദ്യാജിക്ക് വേണ്ടി എപ്പോഴൊക്കെ പാടിയോ അപ്പോഴൊക്കെയും സൂപ്പർ ഹിറ്റ് പാട്ടുകൾ. നീലാകാശം നീരണിഞ്ഞ മിഴി നാദൃഷയുടെ സംഗീതത്തിൽ ദുൽഖറിന് വേണ്ടി പാടിയ ഈ പാട്ടിന് ഒരു സെപ്പറേറ്റ് ക്യൂട്ട്നെസ് തന്നെയാണ്. കണ്ണോ നിലക്കായൽ കണിക്കൊന്ന പൂച്ചലാണെന്റെ ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ അർഹിച്ചിരുന്ന ഒത്തിരി പാട്ടുകളുണ്ടായിരുന്നു. ഏതു സുന്ദര സ്വപ്നയവനിക. പക്ഷെ പലപ്പോഴും അദ്ദേഹം അവിടെ തഴയപ്പെട്ടു. പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ തന്റെ പാട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നജീം ശ്രമിച്ചുകൊണ്ടിരുന്നത്. സഞ്ചാരമായി 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 ജീവിതം. എന്നാൽ ചിലപ്പോഴൊക്കെ അർഹതപ്പെട്ടത് ഇത്തിരി വൈകിട്ടാണെങ്കിലും നമ്മുടെ കയ്യിൽ എത്തും എന്നൊക്കെ പറയുന്ന പോലെ 2019 മലയാളത്തിലെ ഏറ്റവും മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നജീം അർഷാദ് തൻ്റെ ഫ്ലാറ്റിലെ ഷെൽഫിൽ കൊണ്ടുവച്ചു. ഈ പാട്ടിലിട്ടു. ആത്മാവിലെ വാനങ്ങളിൽ അതിനുശേഷവും എത്രയോ മികച്ച ഗാനങ്ങൾ. ഒരു നാളിതാ പുലരുന്നു മേലെ. ബിജി ബാലിന്റെയും ദേവി നീയേ ധനലക്ഷ്മി നീയേ ഈരേഴുലകും. ഗോപി സുന്ദറിന്റെയും ആരോ ആരോ ഷാൻ റഹ്മാന്റെയും ഒക്കെ പാട്ടുകളിൽ നജീം അർഷാദിന്റെ ശബ്ദം ഇങ്ങനെ നിറഞ്ഞു നിന്നു. വിഴികളിൽ നിറം തൂകിടുവാൻ മഴവിൽ മുകിലോട്. പിന്നെ നജീം അർഷാദ് എന്ന ഗായകൻ സിനിമയിൽ പിച്ച വെച്ച് തുടങ്ങിയ കാലത്ത് വന്ന ചില പാട്ടുകളുണ്ട്. മൽഹാറിലെ വെണ്മേഘമേ. ഈ പാട്ടൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാതെ വിട്ടാ പിന്നെ നിങ്ങൾ എന്നെ വച്ചേക്കോ? എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ സിനിമയിലായാലും ആൽബംസിലായിരുന്നാലും ശരിക്കും ജംസ് ആയിരുന്നു ആ സമയത്തെ നജീമിന്റെ ശബ്ദത്തിൽ വന്ന പാട്ടുകൾ. നീലക്കുയിലേ നീലക്കുയിലേ മഴവിൽ. തിരുവനന്തപുരത്തെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് മലയാളികളുടെ SMS മാത്രമല്ല മനസ്സും കവർന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിൽ വിന്നറായി. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഗായകരിൽ ഒരാളായി. ഇവിടെ തൻ്റെതായ സ്ഥാനം സ്വയം നേടിയെടുത്ത ആൾ നജീം അർഷാദ്. മഴനില കുളിരുമായി വേനൽ തു- ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാളാണ്. അരികിൽ പതിയിട നെഞ്ചിൽ ആരോ മൂളും രാഗം. ഹാപ്പി ബർത്ത്ഡേ മൈ ഫേവറേറ്റ് മലയാളീസ് ഫേവറേറ്റ് നജീം അർഷാദ്. ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എന്നെ ഓർമ്മിപ്പിച്ച നജീം ചേട്ടന്റെ റിലേറ്റീവ് അനസികയ്ക്ക് ഒരു പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഇനി അദ്ദേഹം പാടിയതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് തുള്ളിമഞ്ഞിനുള്ളിൽ ലാൽ ജോസിന്റെ അയാളും ഞാനും തമ്മിൽ. തങ്കലിപിയുള്ളൊരു സൂര്യജാതകം. ഔസേപ്പച്ചൻ സാറിന്റെ സംഗീതത്തിൽ അഴലിന്റെ ആഴങ്ങളിൽ പാടാൻ പോയിട്ട് ഒടുവിൽ പാടിയത് ഈ മുത്തുപോലത്തെ പാട്ട്. നീർമണി തന്നെഞ്ചിൽ നീറുകയാണോ. ഏത് മൂഡിൽ കേട്ടാലും ഒരാള് ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്നിരുന്ന് മുടിയിൽ തലോടുന്നൊരു സുഖമാണ് ഈ പാട്ടിന്. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ നജീം ചേട്ടാ.